നമസ്കാരം സുഹൃത്തുക്കളെ. Where are you from? Pakistan. Where in Pakistan? Where in Pakistan? Pakistan, Karachi. This is You're not from Arab, right? No. Okay. Why you said you are Arab? Take off. Take off. This for Arab. Don't use for scammer. Scammer Don't paper. scam people Okay. again, huh? Don't scam paper. No. This one last time. Okay. നീ എവിടുത്തുകാരനാണ്? പാകിസ്ഥാനി. നീ അറബാണോ? അല്ല. ഊരടാ ചതിയാ ഞങ്ങളുടെ വേഷം. പൊതുനിരത്തിൽ പരസ്യമായിട്ടാണ് ഒരു പാകിസ്ഥാനിയെ കൊണ്ട് സൗദി അറേബ്യയിൽ സൗദി പോലീസ് ഈ വേഷം അഴിപ്പിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് സൗദിയിൽ ഒരു പുതിയ നിയമം അവർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. കന്തൂറ എന്ന അവരുടെ വേഷമുണ്ട്, പരമ്പരാഗത വേഷം അറബികളുടെ. ആ വേഷം അറബികളായിട്ടുള്ളവർ മാത്രം ധരിച്ചാൽ മതി, മറ്റാരും ധരിക്കേണ്ട എന്നാണ് ആ നിയമം. അപ്പോൾ പാകിസ്ഥാനി അവരുടെ വേഷവും ധരിച്ച് അവരുടെ രാജ്യത്ത് കടന്നപ്പോൾ അയാളെ പിടിച്ച് ചോദ്യം ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കണ്ടത്. ഇത് ചില മലയാളികൾക്കും ബാധകമാണ്. ഇവിടെ തന്നെ, അതായത് ഈ മലയാള നാട്ടിൽ വരുമ്പോഴും അറബി വേഷത്തിൽ തന്നെ നടക്കുന്ന ചില കാസർഗോഡുകാരും മലപ്പുറംകാരൊക്കെ ഉണ്ട്. നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ കാണാമായിരുന്നു. പക്ഷേ അവർക്ക് ഇനി ആ അഭ്യാസമായിട്ട് സൗദിയിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല. സൗദി പൗരനായിരിക്കണം, അറബി ആയിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ ആ വേഷവും ധരിച്ചുകൊണ്ട് അവിടെ നടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇതുപോലെ പൊതുനിരത്തിൽ അപമാനിക്കപ്പെടും. പിടിച്ചു നിർത്തി ചോദിക്കും, നീ എവിടുത്തുകാരനാണെന്ന് ചോദിക്കും. ആ രാജ്യം അറിഞ്ഞതിന് ശേഷം നീ അറബാണോ എന്ന് ചോദിക്കും. അറബ് അല്ലെങ്കിൽ ഊരട എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ഊരിപ്പിക്കും. നമ്മുടെ രാജ്യം ശരിക്കും സ്വർഗമല്ലേ ഈ സൗദിയൊക്കെ വെച്ച് നോക്കുമ്പോൾ? അവിടെ മതഭരണമാണ്, രാജഭരണമാണ്. ഇവിടെ ജനാധിപത്യമാണ്. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം ഏതറ്റം വരെ നമുക്ക് പോകാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ തെമ്മാടിത്തരമാണ് കാണിക്കുന്നത്. സംസാര സ്വാതന്ത്ര്യം, അങ്ങനെ വേഷ സ്വാതന്ത്ര്യം, ഭക്ഷണ സ്വാതന്ത്ര്യം, ഇതിൻ്റെയൊക്കെ പീക്കിൽ വരെ എത്തിയിട്ടും ചിലർക്ക് പിന്നെയും തൃപ്തിയാവുന്നില്ല. ഇവിടെ അല്പവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവരും മുഴുവൻ മൂടി കണ്ണ് മാത്രം പുറത്ത് കാണത്തക്ക പരുവത്തിൽ നടക്കുന്നവരുണ്ട്. എന്നിട്ടും പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് കൊല്ലത്തൊരു സ്കൂളിൽ ഈ വേഷത്തിൻ്റെ പേരിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് സോഷ്യൽ മീഡിയ വലിയ ചർച്ച ആവാതെ പോയത്, അത് കയറി സംഘികളാരും കയറി തൂങ്ങിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, 2 വിഭാഗങ്ങൾ തമ്മിൽ ആയിക്കോട്ടെ. മുമ്പ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ചാടി വീഴുമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യൻ വിഭാഗം തങ്ങളെ ചതിച്ചു എന്നൊരു തോന്നൽ ചില സംഘികൾക്കുണ്ട്. അതിനാൽ അവരിപ്പോൾ അത്തരം വിഷയങ്ങളിൽ തുടർന്നേയില്ല. പക്ഷെ ഞാൻ ആ വിഷയമല്ല പറയാൻ വരുന്നത്. 2 രാജ്യം, വ്യത്യസ്ത സംസ്കാരങ്ങളുള്ള 2 രാജ്യം, ഭരണരീതിയും 2ആണ്. അവിടെ രാജഭരണം, ആ രാജകുടുംബത്തിലുള്ളവർ മാത്രമാണ് തുടർച്ചയായിട്ട് ഭരിച്ചു വരുന്നത്. വേറെ ആർക്കും അവിടെ ഭരിക്കാൻ പറ്റില്ല. ഇവിടെ പക്ഷേ കക്ഷി രാഷ്ട്രീയമാണ്, അതേപോലെ തന്നെ ജനാധിപത്യമാണ്. കുറേ കാലം കോൺഗ്രസ്സാണ് ഈ രാജ്യം ഭരിച്ചത്. ഇപ്പോൾ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ഒരു പക്ഷേ വേറെ ഒരു പാർട്ടി ഭരിച്ചേക്കാം. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ പരമ്പരാഗതമായിട്ട് രാജഭരണം, കുടുംബവാഴ്ച നടക്കുന്ന അവിടെ മതനിയമമാണ്. അവിടെ വസ്ത്രധാരണത്തിന് പോലും തങ്ങളുടെ വേഷം മറ്റൊരാളെ ഇടാൻ പോലും അവർ സമ്മതിക്കത്തില്ല. ഇവിടെ ലോകത്ത് എത്രയോ NGOകളുണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനം നടക്കുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇതിനകം തന്നെ ആഗോളതലത്തിൽ തന്നെ അവർ ഇതിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തില്ലായിരുന്നു. എന്തേ മിണ്ടാത്തത്? ഒന്നും വേണ്ട, അത് ഞങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണ്, ഭൂമിയാണ്, മെക്കയുള്ള സ്ഥലമാണ് എന്നൊക്കെ പറയുന്നത്, ഇസ്ലാമിൻ്റെ പിറവി കൊണ്ട സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് മേനി നടിച്ച് കുറച്ച് ഹുങ്കോടെ നടക്കുന്ന ആളുകൾ പോലും ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവത്തിനെ പറ്റി? മിണ്ടില്ല. കാരണം അവർക്കും അവിടെ ഇറങ്ങി നടക്കണമെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ കറക്റ്റായിട്ടുള്ള നിയമം പാലിച്ചേ മതിയാവൂ. അവിടെ ചെന്നിട്ട് അറബിയാണ് എന്ന് ഭാവിച്ചുകൊണ്ട് അവരുടെ വേഷമിട്ട് നടന്നാൽ ഇതേപോലെ പിടിച്ചു നിർത്തി ഊരിപ്പിക്കും. വീണ്ടും ആവർത്തിച്ചാൽ പിടിച്ച് ജയിലിലിടും. അപ്പോൾ കർശനമായ നിയമം ഉള്ളയിടത്ത് അവർക്കത് കൃത്യമായിട്ട് പാലിക്കാൻ അറിയാം. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിയമമുണ്ടെങ്കിൽ കൂടിയും അവർക്കത് പാലിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും.